അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാഞ്ചുറിയെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്നത് ഈ സഫാരി സെൻറ്ററിലെത്തി. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. അപ്പോൾ ഈ ഒരു സഫാരി സെൻറ്ററിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ കാടിനുള്ളിലേക്ക് നമ്മൾ സഫാരിക്ക് പോകുന്നത്. ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ഒന്നുമില്ല, നമ്മൾ നേരിട്ട് വന്നിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സഫാരി നടത്തുന്നത് രാവിലെ 7 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയുമാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു സഫാരിയാണ് നമുക്കിവിടെ അവർ തരുന്നത്. അപ്പോൾ ഈ ഒരു സഫാരിക്ക് നമ്മൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. ആ 4 പേർക്ക് നമുക്ക് 2200 രൂപയാണ് വരുന്നത്. ഫോറസ്റ്റിൻ്റെ ജീപ്പല്ല, പ്രൈവറ്റ് ജീപ്പാണ് ഇവിടെ നമുക്ക് അവർ തരുന്നത്. ആനിമൽ സൈറ്റിങ് വളരെ കുറവായൊരു കാടാണ് കേട്ടോ ഇത്. കാട്ടാനയും ടൈഗറും ലെപ്പേർഡും എല്ലാം ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആനിമൽ സൈറ്റിങ് നന്നേ കുറവാണ്. അതുപോലെ സഫാരി ചാർജും വളരെ കുറവാണ് കേട്ടോ. ഇവിടെ ആനിമൽ സൈറ്റിംഗ് ഒക്കെ പൊതുവേ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഈവനിങ് സഫാരിയാണ് എടുത്തിരിക്കുന്നത്. വൈകിട്ടാകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ആനിമൽസിനെ കാണാമെന്ന പ്രതീക്ഷയിൽ. അങ്ങനെ നമ്മുടെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലെ സഫാരി പുരോഗമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു മൃഗങ്ങളെയും കാണാൻ കഴിഞ്ഞില്ല. ആകെ നമ്മൾ സ്പോട്ടഡ് ഡിയറിനെ മാത്രമാണ് കണ്ടത്. നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു ആനക്കൂട്ടം നമ്മുടെ റോഡിൻ്റെ സൈഡിൽ നിന്ന് നമ്മളെ വണ്ടിയുടെ ഒച്ചയൊക്കെ കേട്ടിട്ടായിരിക്കും പതുക്കെ കാടിനുള്ളിലേക്ക് കയറിയത്. തൊട്ടടുത്തായിരുന്നു കേട്ടോ റോഡ് ക്രോസ് ചെയ്തിട്ട് അടുത്ത് നിൽക്കുന്നതായിരുന്നു. നമ്മുടെ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട്, നമ്മുടെ സൗണ്ടല്ല, നമ്മുടെ വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഇത് കാടിനുള്ളിലേക്ക് കയറിപ്പോയിട്ട് അവിടെ വന്നിട്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ടെടുത്തിട്ടാണ് ഇത്. നന്നായിട്ട് കാട് പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. ആനയുടെ തൊട്ടടുത്താണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുത്തത്, എന്നിട്ടും നമുക്ക് ആനയുടെ യാതൊരു വിധത്തിലുള്ള സ്മെല്ലോ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആന ഈ കാടിനുള്ളിലേക്ക് പതുക്കെ നമ്മൾ വന്ന സമയത്ത് കയറി പോകുന്നത് കണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിനുള്ളിൽ ആന നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ട്രെക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ആനയുടെ മുന്നിലൊക്കെ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഒട്ടും ആനച്ചൂര് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. മഴയൊക്കെ പെയ്താൽ നല്ല രീതിയിൽ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് മാനൊക്കെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഈ ഒരു കാടിനുള്ളിൽ മാനുണ്ട്, 2-3 പേരുണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരാൾ പതുക്കെ മാറിപ്പോകുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരാളുടെ തല മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ കാടിൻ്റെ ഒരു അവസ്ഥ. ഇതുണ്ട് ഒരു വാട്ടർ ബോഡിയാണ്.
ഇവിടെയും നമുക്ക് ഒരു മൃഗത്തിനെയും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. സന്ധ്യ മയങ്ങിയ നേരത്തൊക്കെ കുറച്ച് വെള്ളം കുടിക്കാനെങ്കിലും ഏതെങ്കിലും ഒരു മൃഗമൊക്കെ വന്നിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് നമുക്കൊരു മൃഗത്തിനെയും കാണാൻ കഴിഞ്ഞില്ല. അയ്യോ മിന്നായം പോലെ ഓടിക്കണം. സ്പോട്ടഡ് ഡിയേഴ്സിനെ നന്നായിട്ട് കാണാം കേട്ടോ, ഒരുപാടുണ്ട്. പക്ഷേ ഈ ഒരു പച്ച പിടിച്ചതിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കത്ര വ്യക്തമല്ല. അത് തന്നെയല്ല, നമ്മളെ കാണുമ്പോൾ തന്നെ അവർ എടുത്തു വെച്ച് ഓടുകയും ചെയ്യുകയാണ്. കാടെന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ മഴയൊക്കെ പെയ്ത് നല്ല ഇതായിട്ട് നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ആനിമൽ സൈറ്റിംഗ് ഒക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്നാലും കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് മനസ്സുള്ളവർക്ക് വന്ന് കണ്ടു പോകാവുന്നതാണ്. അത്രയ്ക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു യാത്ര. ഇതുണ്ടോ, കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന കഴിയുമ്പോഴേക്കും കാണുന്നുണ്ടോ ഒരു ചെറിയൊരു പുഴയാണ്. നമ്മൾ ഈ ഒരു വീഡിയോ വേനലൊക്കെ അവസാനിക്കുന്നൊരു സമയത്ത്, മഴ തുടങ്ങിയ ഒരു സമയത്ത് എടുത്തതാണ്. അത് അനിമൽ സൈറ്റിംഗ് ഒന്നും വളരെ കുറവായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് ഇത്രയും താമസിച്ചത്. പിന്നെ നമ്മുടെ ഒരു യാത്ര അത് നല്ലൊരു കാടൊക്കെ അല്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെയൊക്കെ ഒരു ആന നിന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഒരു ആനയല്ല, ഒരു കൂട്ടമായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഈ കാടിനുള്ളിൽ നിന്നും ഇങ്ങനെ ഈ ഒരു റൈറ്റിലേക്ക് പോകുന്ന വഴിയുണ്ടോ, ആ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ കർണാടകയിലെത്തും. അപ്പോൾ ഒരു 4 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ളത്. പക്ഷേ നമ്മുടെ സഫാരി വാഹനങ്ങളൊന്നും അതിൽ പോവുകയില്ല. ഫോറസ്റ്റിൻ്റെ ജീപ്പ് മാത്രമാണ് അതിൽ കടത്തിവിടുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റുകൾ രേഖപ്പെടുത്താനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ഒന്നും മടി കാണിക്കല്ലേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.